ബ്ലൗസിന്റെ ഷോൾഡറിന്റെ കാൽക്കുലേഷൻസ് പോലല്ല ചുരിദാറിന്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതെന്ന് പറയുമ്പോൾ ബോഡി മെഷർമെന്റ്സ് എടുക്കുന്നതാണ്. അതിന് ഈ ഷോൾഡറിന്റെ കാൽക്കുലേഷൻസ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചുരിദാർ ഏത് മെഷർമെന്റ് വേണമെങ്കിലും കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം ബോഡി മെഷർമെന്റ് അനുസരിച്ച്. ഞാൻ ഈ ഷോൾഡറിന്റെ കാൽക്കുലേഷൻസ് പറഞ്ഞുതരാം. നമ്മൾ നോർമലായിട്ട് വരുമ്പോഴേ ഇത് വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ബ്ലൗസിന്റെ സെക്ഷനകത്ത് നമ്മൾ പഠിച്ചതാണ്. അത് തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. വെറുതെ നിങ്ങളുടെ സമയം എൻ്റെ സമയം കളയണ്ട. അത്രയും വിശദമായിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ആ കാൽക്കുലേഷൻസിന്റെ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് കഴുത്ത് ചുരിദാറിന്റെ എത്ര ഇഞ്ചൊക്കെയാണ് വരുന്നത്? നമുക്ക് 5 ഇഞ്ച് വരാം, അതുപോലെ 5.5 വരും, 6 വരും, ഇല്ലേ, 6.5 വരും, 7 വരും, 7.5 വരും, 8 ഇഞ്ച് വരും, എത്ര ഇറക്കം വെള്ളം വരാം. ബായ്ക്കഴുത്തും എങ്ങനെയാണ് വരുന്നത്? ബായ്ക്കഴുത്ത് നമുക്ക് 3 ഇഞ്ച് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. 3 ഇഞ്ചിന് മുകളിലോട്ടുള്ളതിന്റെ ഹൈനെക്ക് സെക്ഷനായിട്ട് വരും. അതായത് കഴുത്ത് കയറി വരുമല്ലേ ചെയ്യുന്നത്. 3 ഇഞ്ച് തൊട്ട് മുകളിൽ വരുന്നതിന് അതിന്റെ കട്ടിങ് വേറെ രീതിയിലാണ്. അതായത് നമുക്ക് ഷോൾഡർ സ്ലോപ്പിന്റെ ഒക്കെ കാൽക്കുലേഷൻസ് ഒക്കെ വേറെയാണ്. അത് ഞാൻ ആ രീതി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ 3 ഇഞ്ച് തൊട്ട് നമുക്ക് നോക്കാം. 3 ഇഞ്ച് തൊട്ട് 3, 4, 5, 6, 7, 8 എത്ര ഇറക്കം വേണേലും ബാക്കിലും വരാം അല്ലേ. വൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചൊക്കെ വരാം? 5 ഇഞ്ച് വരാം, 6 ഇഞ്ച് വരാം, 7 ഇഞ്ച് വരാം, 8 ഇഞ്ച് വൈഡ് വരാം. വൈഡും നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു, ബ്ലൗസിന്റെ സെക്ഷനിൽ പറഞ്ഞ വൈഡ് നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അതായത് ഇത്ര വണ്ണം ഉള്ളതിന് ഇത്ര വൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം ഇല്ല. അത് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസിന്റെ സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ബാക്ക് കഴുത്താണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് കഴുത്തിന്റെ ഇറക്കം നമുക്ക് നോക്കുക. ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതാണ്. അതിന് ബാക്ക് കഴുത്തിന്റെ ഇറക്കം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. 8 ഇഞ്ച് ഇവിടെ ബാക്ക് എടുത്ത് ഇറങ്ങി വന്ന് ഫ്രണ്ട് 5 ഇഞ്ചാണ് വരുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ടിൻ്റെയും കൂടെ നോക്കണം. ഇവിടെ ഏതാണോ കുറവ് വരുന്നത്, ബ്ലൗസിന്റെ സെക്ഷനിലും അങ്ങനെ തന്നെ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്നല്ല, ഏറ്റവും കുറവ് വരുന്ന അളവ് നമ്മൾ നോക്കിയിരിക്കണം. നോക്കിയിട്ട് വേണം മൈനസ് ചെയ്യാൻ. ചിലപ്പം ബാക്ക് എടുത്തിൽ ഇറങ്ങി വരും, ഫ്രണ്ട് കയറി വരും. 5 ഇഞ്ച് വരത്തിൽ 8 ഇഞ്ച് വരുമ്പം, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക് എടുത്ത്, അതായത് നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ മുകളിലോട്ട് കയറി വരും ചുരിദാർ. ഫ്രണ്ട് കഴുത്തിനെക്കാട്ടിലും ബാക്ക് എടുത്ത് ഒത്തിരി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മുകളിലോട്ട് കയറും. അത്രയും ഇറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ, അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. കാരണം നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്, നമുക്ക് 3 ഇഞ്ചൊക്കെയാണ് ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നെങ്കിൽ, 3 ഇഞ്ചൊക്കെയാണ് വരുന്നെങ്കിൽ നമ്മൾ സെയിം ഷോൾഡർ തന്നെ കൊടുക്കണ്ടേ. അതിനകത്ത് നമുക്കൊന്നും കുറയ്ക്കണ്ട, 0ആണ്. ഒന്നും കുറയ്ക്കുകയും വേണ്ട, കൂട്ടുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെ കൊടുക്കുക. പിന്നെ 4 ഇഞ്ച് ഇറക്കമാണ് ബാക്ക് നെക്കിന് വരുന്നതെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കണം. 4 ഇഞ്ച് ഇറക്കം, അത് 4 ഇഞ്ച് ബാക്ക് നെക്കും 7 ഇഞ്ച് ഫ്രണ്ടും 8 ഇഞ്ച് വൈഡും വന്നാലും നമ്മൾ കുറയ്ക്കേണ്ട ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ചാണ്. അതുപോലെ 5 ഇഞ്ച് വരുവാണെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കണം. മനസ്സിലായോ? 6, 7 വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 2 ഇഞ്ചാണ് കൊടുക്കേണ്ടതല്ല കുറയ്ക്കേണ്ടത്. പിന്നെ 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. അതിൻ്റെ അനുസരിച്ച് നമ്മൾ താഴോട്ട് പോകും. എത്ര ഇറക്കത്തിനനുസരിച്ച് കുറയ്ക്കണം. കാരണം ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. 3 ഇഞ്ച് വരുവാണെങ്കിൽ നമ്മൾ സെയിം തന്നെ, ഒരു വ്യത്യാസം വരും. നമ്മൾ എടുത്ത ഷോൾഡർ എത്ര, ഇപ്പോൾ ഒരു 15 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ നമുക്ക് ബാക്ക് 3 ഇഞ്ചാണ് വന്നത്, ഫ്രണ്ട് നമുക്ക് 7 ഇഞ്ച് ഇറക്കം വന്നിട്ടുണ്ട്, വൈഡ് നമുക്കൊരു 7 ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അന്നേരം നമുക്ക് സെയിം ഷോൾഡർ കൊടുക്കണം. ഇപ്പം 15 ഇഞ്ചാണ് നമുക്ക് ഒറിജിനൽ ഷോൾഡർ ഉള്ളതെങ്കിൽ 15 പകുതി 7.5 വെച്ച് മാർക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യരുത്. നമുക്ക് കിട്ടിയ ഷോൾഡർ എത്രയാണോ, ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ എത്രയാണോ, ബോഡിയിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടല്ലല്ലോ എടുക്കുന്നത്, കറക്റ്റ് ഷോൾഡറല്ലേ എടുക്കുന്നത്. ആ കറക്റ്റ് ഷോൾഡറിന്റെ പകുതി 4 ഇഞ്ചാണ് വരുന്നതെങ്കിൽ 1 ഇഞ്ചാണ് ഷോൾഡർ കുറയ്ക്കേണ്ടത്. 5 ആണെങ്കിൽ 1.5, 6, 7 ഒക്കെ ആണെങ്കിൽ 2 ഇഞ്ച്, 7, 7.5 വരെയും 2 ഇഞ്ച് കുറച്ചാൽ മതി. 8 ഇഞ്ച് തൊട്ട് 2.5 ഇഞ്ച് കുറയ്ക്കണം. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു 16 ഇഞ്ചാണ് ഷോൾഡർ. 16-ലെ നമുക്ക് ഇപ്പം ഫ്രണ്ട് കഴുത്തൊരു 7 ഇഞ്ച് വന്നു, ബാക്ക് നെക്ക് നമുക്കൊരു 7 ഇഞ്ച് വന്നു, വൈഡ് നമുക്ക് 8 ഇഞ്ച് വന്നാൽ എത്ര കുറയ്ക്കണം? 2 ഇഞ്ച് കുറയ്ക്കണം. 16-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 14, അത് 7 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം. അതുപോലെ ഉള്ളൂ കേട്ടോ. ഇത് വരെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അല്ല നിങ്ങൾക്ക് അത് എപ്പോഴെപ്പോഴും വീഡിയോ കണ്ടു വരത്തില്ല. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ബ്ലൗസിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. നമുക്കിനി ഒരു നോർമൽ ഒരു ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. ഇതിപ്പോൾ ഒരു സാധാരണ തുണി വരുമ്പോൾ നമ്മൾ ഈ ഡിസൈനൊക്കെ ചെക്ക് ചെയ്യണം. കാര്യം ഈ ഡിസൈൻ, ചില ഡിസൈൻ ഈ 1 സൈഡ് മേലോട്ട് തന്നെ ഉള്ളതുണ്ട്, ചിലത് മേലോട്ടും താഴോട്ടും വരും. അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻ വരും. ആ ഡിസൈനൊക്കെ നോക്കിയിട്ടേ നമ്മൾ എപ്പോഴും തുണി മടക്കിയിടാവുള്ളൂ. ഇതാണ് നല്ല വശം വരുന്നത്, ഇതാണ് അകത്ത് പോകുന്ന ഭാഗം. മനസ്സിലായോ? ഇതാണ് പുറത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരേണ്ടത് ഈ ഭാഗമാണ്. അതിനെ എപ്പോഴും നമ്മൾ തുണി മടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2ആയിട്ട് ഇനി മടക്കി ഇടുമ്പോഴേ ഈ നല്ല വശം അകത്ത് പോകുന്ന രീതിയിൽ മടക്കിയിട്ട് വേണം പുറത്ത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക്
ചോക്കും കൊണ്ട് മാറി കഴിയുമ്പം ഇത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അകത്ത് പോകത്തില്ലേ, ഈ വശമല്ലേ പുറത്ത് കാണുന്നത്, അങ്ങനെ ചോക്കിൻ്റെ മാറിയൊന്നും പുറത്ത് കാണത്തില്ല. അങ്ങനെ വേണം ചെയ്യാനെ കൊണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ മാർക്ക് ചെയ്യാനെ കൊണ്ട് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ സാധാരണ ഈ ഒരു 2 കട്ട് ചെയ്ത അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കറക്റ്റായിട്ട്